ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഇൻഫോഗ്രാഫിക്സ് എന്താണെന്നാണ്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ ഗ്രാഫിക്സിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇൻഫോഗ്രാഫിക്സ്. നമുക്കിവിടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ ഒരു ചാർട്ടും ഉണ്ട്, ഒരു ഇമേജും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഏതാ മനസ്സിലാവുന്നത്? ഈ ഇമേജ് അല്ലേ മനസ്സിലാകുന്നേ. ഇതിനെ പറയുന്നതാണ് ഇൻഫോഗ്രാഫിക്സ്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ ചാർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ഇമേജിൻ്റെ രീതിയിൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിനെയാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഇതുപോലൊരു ഇൻഫോഗ്രാഫിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഷോ ആപ്ലിക്കേഷൻസിൽ ലിബർ ഓഫീസ് ഇംപ്രസ് തന്നെ ഓപ്പൺ ചെയ്യുക. ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലെ തന്നെ ബ്ലാങ്ക് സ്ലൈഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വലതുവശത്ത് മൂന്നാമത്തെ ഓപ്ഷൻ, ഇതാണ് ഗാലറി, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് ഡയഗ്രാംസ് എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ നിന്ന് ഇത് ഗോൾ ലിസ്റ്റ് കളർഫുൾ, ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ ഡ്രാഗ് ചെയ്യണം. എന്നിട്ട് അതിനെ ഒന്ന് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യണം. അതിനെ കുറച്ച് ചെറുതാക്കി അതിൻ്റെ സൈസൊക്കെ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ടൈപ്പ് ചെയ്യണം അല്ലേ. ഇത് നോക്കി, ഈ ടേബിളിലെ നോക്കി ലോ ഫിസിക്കൽ ആക്ടിവിറ്റി 60%, അതൊക്കെ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്കിതിനെ ഓരോന്നിനും ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. നോക്കി, ഈ ടെക്സ്റ്റ് കണ്ടോ, ഈ ടെക്സ്റ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് അടുത്തതിലേക്ക് വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടിടാം. അതിന് ശേഷം അതിൻ്റെ സൈസ് ഒന്ന് നമുക്ക് കുറയ്ക്കാം. അതിന് കുറയ്ക്കാനായിട്ട് ഇതിനെ മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ പ്രോപ്പർട്ടീസിൽ സൈസ് ഒരു 20 ഒക്കെ ആക്കി കൊടുത്താൽ മതി. ഇവിടെ 60% എന്ന് കൊടുക്കണം. അതിനായിട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്തത് രണ്ടാമത്തത് എന്തായിരുന്നു? ഹൈപ്പർ ടെൻഷൻ അല്ലേ. ഹൈപ്പർ ടെൻഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതും അതുപോലെ നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഇതിനെ നമുക്കെല്ലാം ഒരേ ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഇത് 30% ആണ്. അടുത്തത് ഹൈ കൊളസ്ട്രോൾ. അതിൻ്റെയും സൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സൈസ് 20 ആക്കി. അതുപോലെ ഇതിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇത് 25% ആണ്. അടുത്തത്
ലാസ്റ്റത്തേത് സ്മോക്കിംഗ് 11%. പെൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. %11. ഇനി ഈ ടെക്സ്റ്റിൽ നോക്കി ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് ഇതിന് മാറ്റം വന്നിട്ടുണ്ടല്ലേ. നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഇതിന് നമുക്ക് മാറ്റമൊന്നും വരുത്തണ്ട. 30%. ഇതിനിങ്ങനെ ഈ നടുക്കുണ്ടല്ലോ, നടുക്ക് പിടിച്ച് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ മതി. ഉണ്ടോ, ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുമ്പോഴേക്കും അത് ചെറുതായിക്കോളും. അതിന് ശേഷം 25%. അടുത്തത് 11%. ഓക്കെ, അതിനനുസരിച്ച് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടണം. കറക്റ്റ് നടുക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് വന്നോളും. ഇനി ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഹെഡിങ് കൊടുക്കണം അല്ലേ. റിസ്ക് ഫാക്ടേഴ്സ് ഒക്കുറൻസസ് ഇൻ അഡൾട്ട്സ്. ഈ ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കണം. ഹെഡിങ് കൊടുക്കാനായിട്ട് വീണ്ടും നമ്മൾ ഈ ഗ്യാലറിയിലേക്ക് പോകുന്നു. ഗ്യാലറിയിൽ നിന്ന് ഷേപ്സ് എടുക്കുക. ഗ്യാലറിയിൽ നിന്ന് ഷേപ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെക്റ്റാങ്കിൾ കട്ട് ടു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ 2 ഹെഡിങ് വേണം. അതിന് വേണ്ടി വീണ്ടും ഒരെണ്ണോടെ ഇവിടെ എടുത്തിരുന്നു. ഇതിൻ്റെയും സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ ഹെഡിങ് നമുക്ക് കൊടുക്കേണ്ട ആദ്യത്തെ റിസ്ക് ഫാക്ടേഴ്സ്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ഒക്കറൻസസ് ഇൻ അഡൾട്ട്സ്, അത് വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, ഇത്രയും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബാക്കിലായിട്ടൊരു ഇമേജ് ഉണ്ടല്ലേ, ആ ഇമേജ് നമുക്ക് എടുത്തിടണം. ഇമേജ് എടുത്തിടാനായിട്ട് വീണ്ടും ഇൻസേർട്ട് ഇമേജ്, അതിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 അതിനകത്ത് head.png അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടണം. അതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ബാക്കിലായി പോയി അല്ലേ. നമുക്ക് ഇമേജാണ് അതിൻ്റെ ബാക്കിൽ വേണ്ടത്. അതിനുവേണ്ടി ഇമേജിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അറേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. അപ്പോൾ ആ ഇമേജ് പുറയിലേക്ക് പോയിക്കോളും. ഇനി അടുത്തായിട്ട് ഇവിടെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ടല്ലേ. അതിന് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കൊണ്ടതുപോലെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് എവിടെയാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുക.
ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ഒരു ബ്ലൂ കളറാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ബ്ലൂ കളർ കൊടുക്കുക. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒന്ന് ബോൾഡാക്കി കൊടുത്തിട്ട് സൈസൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. സൈസ് 20 ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ച് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒറ്റ ലൈനായി കൊടുക്കുക. ഇങ്ങനെ വേണം ഇൻഫോഗ്രാഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.